ഹലോ എവരി വൺ, എല്ലാവർക്കും ഷിജിലീസ് വ്ലോഗ്സിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ തയ്യാറാക്കാനായിട്ട് പോകുന്നത് ബേക്കറി സ്റ്റൈൽ ജിലേബിയാണ്. വളരെ എളുപ്പത്തിൽ തന്നെ നമ്മുടെ വീട്ടിൽ തന്നെ ഇത് തയ്യാറാക്കി എടുക്കാവുന്നതേ ഉള്ളൂ. അപ്പം നമുക്ക് നോക്കാം ഇതെങ്ങനെയാണ് തയ്യാറാക്കി എടുക്കാമെന്ന്. അപ്പോൾ ഇതിലേക്ക് നമുക്ക് ആദ്യം വേണ്ടത് ഉഴുന്നാണ്. ഉഴുന്നൊന്ന് നന്നായിട്ട് കഴുകിയെടുത്തിട്ട് നമുക്ക് കുതിരാനായിട്ട് വെക്കണം. ഒരു 4 മണിക്കൂറെങ്കിലും കുതിരാനായിട്ട് വെച്ചതിന് ശേഷം വേണം നമുക്കിതൊന്ന് അരച്ചിട്ടെടുക്കാനായിട്ട്. അപ്പം 1/2 കപ്പ് അളവിലാണ് ഞാനിവിടെ ഉഴുന്നെടുത്തിരിക്കുന്നത്. ഇപ്പം ഇതിവിടെ നന്നായിട്ട് കഴുകിയെടുത്തിട്ടുണ്ട്. അത് കുതിരാനായിട്ട് നമുക്കിനി മാറ്റി വെക്കാം. ഒരു 4-5 മണിക്കൂറിന് ശേഷം നമുക്ക് അരച്ചിട്ടെടുക്കാം. ഇപ്പോൾ ഉഴുന്ന് കുതിരാൻ വെച്ചിട്ട് ഒരു 4 മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഇത് മിക്സിയുടെ ചെറിയ ജാറിലിട്ട് നമുക്ക് അരച്ചിട്ടെടുക്കാം. അരയ്ക്കുന്നതിനോടൊപ്പം നമുക്ക് ഒരല്പം മാത്രം ഇതിലേക്ക് വെള്ളം ചേർത്ത് കൊടുക്കാം. 1 ടീസ്പൂൺ ആദ്യം ചേർത്ത് നോക്കാം. എന്നിട്ട് അരയുന്നില്ലെന്ന് കണ്ടാൽ മാത്രം കുറച്ചുകൂടെ വെള്ളം ചേർത്തിട്ട് അരച്ചിട്ടെടുക്കാം. ഇപ്പോൾ ഉഴുന്ന് അരച്ചിട്ടുണ്ട്. ഇത്തിരിയൂടെ അരഞ്ഞു കിട്ടാനായിട്ടുണ്ട്. അത് ഞാൻ ഒരു തവണയും കൂടെ ഒന്ന് അടിച്ചെടുക്കും. അതിന് മുമ്പായിട്ട് ഞാൻ ഇതിലേക്ക് ഒരു 2 ഡ്രോപ്പ് ഫുഡ് കളറും കൂടെ ചേർക്കുന്നുണ്ട്. നിങ്ങൾക്ക് ഫുഡ് കളർ ചേർക്കാൻ താല്പര്യമില്ലെങ്കിൽ ചേർക്കണ്ട. കാരണം നമ്മൾ വീട്ടിലേക്കൊക്കെ ഉണ്ടാക്കുമ്പോൾ അതിൻ്റെ ആവശ്യമില്ല. ഇതിന് ഫോട്ടോ ഒക്കെ എടുക്കാനായിട്ട് വേണ്ടിയിട്ട് ഞാൻ ചേർക്കുന്നത് മാത്രം. നിങ്ങൾക്ക് അതിന് പകരമായിട്ട് ഫുഡ് കളറിന് പകരമായിട്ട് മഞ്ഞൾപ്പൊടി ആണെങ്കിലും ചേർക്കാം. അതിൻ്റെ ടേസ്റ്റ് ഒന്നും വരുത്തുന്നില്ല. നമ്മൾ നന്നായിട്ട് ഫ്രൈ ചെയ്തിട്ടല്ലേ എടുക്കുന്നത്. അപ്പോൾ ഒരു 2 നുള്ളു മഞ്ഞൾപ്പൊടി ചേർത്താൽ മതി. ഞാനിവിടെ ഒരു 2 ഡ്രോപ്പ് ഫുഡ് കളർ ചേർക്കുകയാണ്. ഇനി ഇത് നന്നായിട്ട് ഒന്നുകൂടെ അരച്ചിട്ടെടുക്കാം. ഇപ്പം മാവ് നന്നായിട്ട് തന്നെ അരച്ചെടുത്തിട്ടുണ്ട്. നമ്മുടെ മാവിൻ്റെ കൺസിസ്റ്റൻസി ഉണ്ടോ ഇതുപോലെ ഇരിക്കണം. ഒരുപാട് ലൂസായിട്ടുണ്ടെങ്കിൽ നമുക്ക് ജിലേബി ഷേപ്പ് ചെയ്തെടുക്കാനായിട്ട് പറ്റില്ല. അപ്പം ഈ ഒരു പരുവത്തിൽ നന്നായിട്ട് തന്നെ അരച്ചിട്ടെടുക്കുക. ഇനി ഈ മാവ് നമുക്ക് ഒന്നെങ്കിൽ ഇതുപോലെ ഒരു സിപ്ലോക്ക് കവറിൽ അല്ലെന്നുണ്ടെങ്കിൽ പൈപ്പിംഗ് ബാഗിൽ നിറച്ചിട്ട് വേണം നമുക്ക് ജിലേബിയുടെ ഷേപ്പിലാക്കി എടുക്കാനായിട്ട്. അതല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ കടയിൽ നിന്നൊക്കെ വാങ്ങിക്കുന്ന പാല് വാങ്ങുന്ന കവറോ അല്ലെങ്കിൽ ഇതുപോലെ എന്തെങ്കിലും ഒരു പ്ലാസ്റ്റിക് കവറോ ഉണ്ടാവുമല്ലോ, അതിൻ്റെ ഉള്ളിൽ മാവ് നിറച്ചിട്ട് ഈ സൈഡിൽ നന്നായിട്ട് റബ്ബർ ബാൻഡ് കൊണ്ട് ടൈറ്റൻ ചെയ്തിട്ട് നമുക്ക് ഇവിടെ മാത്രം ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് ജിലേബിയുടെ ഷേപ്പിലാക്കി എടുക്കാം. അപ്പോൾ നമ്മുടെ പൈപ്പിംഗ് ബാഗ് അല്ലെന്നുണ്ടെങ്കിൽ ഇതുപോലെ സിപ്ലോക്ക് ബാഗോ അല്ലെങ്കിൽ ഏതാണോ കവറിൽ അത് ഒരു ഗ്ലാസ്സിനകത്തേക്കോ അല്ലെങ്കിൽ പാത്രത്തിനകത്തേക്കോ കുഴിവുള്ളൊരു പാത്രത്തിനകത്തേക്ക് ഇങ്ങനെ വെച്ച് കൊടുക്കാം. എന്നിട്ട് ഇതിൻ്റെ ഉള്ളിലേക്ക് നമുക്കിനി മാവ് നിറച്ചെടുക്കാം. അപ്പോൾ നമ്മുടെ മാവ് കറക്റ്റായിട്ട് സെറ്റൊക്കെ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് വേണ്ടിയിട്ടുള്ള പഞ്ചസാര പാനി ഒന്ന് റെഡിയാക്കി എടുക്കാം. ഈ പഞ്ചസാര പാനി തയ്യാറാക്കാനായിട്ട് ഒരു പാൻ വെച്ച് ചൂടാക്കുക. അതിലേക്ക് 1 കപ്പ് പഞ്ചസാര ചേർത്ത് കൊടുക്കാം. നമ്മൾ 1/2 കപ്പ് ഉഴുന്നാണ് എടുത്തിരുന്നത്. അപ്പോൾ നന്നായിട്ട് തന്നെ ജിലേബിക്ക് മധുരം വേണമെന്നുണ്ടെങ്കിൽ നമ്മൾ 1 കപ്പെങ്കിലും പഞ്ചസാര ചേർത്ത് കൊടുത്തേ പറ്റത്തുള്ളൂ. ഇനി ഇതിലേക്ക് നമുക്ക് ഇതിൻ്റെ നേരെ പകുതി പഞ്ചസാരയുടെ നേരെ പകുതി വെള്ളവും കൂടെ ചേർത്തിട്ട് പഞ്ചസാര പാനി റെഡിയാക്കി എടുക്കാം. അപ്പോൾ ഇതിലേക്ക് 1/2 കപ്പ് വെള്ളം ചേർത്ത് കൊടുക്കുക. ഈ പഞ്ചസാര നന്നായിട്ട് അലിഞ്ഞ് കറക്റ്റ് ഒരു കയ്യിലൊട്ടുന്ന പരുവത്തിലാവുന്നിടം വരെ നമുക്കിത് ചൂടാക്കിയെടുക്കാം. ഇപ്പോൾ പഞ്ചസാരയൊക്കെ നന്നായിട്ട് അലുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് ഒരല്പം ഏലക്കാപ്പൊടി, ഇത് ഞാൻ ഏലക്കയും പഞ്ചസാരയും കൂടെ ചേർത്ത് പൊടിച്ച് വെച്ചിരിക്കുന്നതാണ്, അത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇത് ചേർക്കണം നിർബന്ധമൊന്നുമില്ല, ഒരു ഫ്ലേവറിന് വേണ്ടിയിട്ട് ചേർത്തെന്ന് മാത്രം. ഇതെല്ലാം എന്നുണ്ടെങ്കിൽ വാനില എസൻസ് ഉണ്ടെങ്കിൽ അത് ചേർത്താലും മതി. ഇനി ഇതിലേക്ക് നമുക്ക് 1 ടീസ്പൂൺ നാരങ്ങ നീര് ചേർക്കണം. നമ്മുടെ ഈ പഞ്ചസാര പാനി കറക്റ്റ് പാകമൊക്കെ ആയതിനു ശേഷം പിന്നീട് ക്രിസ്റ്റലൈസ് ആയി പോകാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ നാരങ്ങ നീര് ചേർക്കുന്നത്. അപ്പോൾ ഇതും കൂടെ നമുക്ക് ചേർക്കാം. ഇനി ഒന്നുകൂടെ നന്നായിട്ട് തിളപ്പിച്ചെടുക്കുക. നമ്മുടെ പഞ്ചസാര പാനി എന്ന് പറയുന്നത് കയ്യിൽ ഇങ്ങനെ എടുത്തിട്ട് നമ്മൾ തൊട്ട് നോക്കുമ്പം ഇങ്ങനെ ചെറുതായിട്ട് ഒട്ടുന്ന ഒരു പരുവം വേണം. ആ പരുവത്തിൽ നമുക്ക് തീ ഓഫ് ചെയ്യാം. ഇപ്പോൾ നമ്മുടെ പഞ്ചസാര പാനി കറക്റ്റായിട്ട് നന്നായിട്ട് കുറുകിയൊക്കെ വന്നിട്ടുണ്ട്. നമുക്കിങ്ങനെ കയ്യിലിങ്ങനെ എടുത്തിട്ട് തൊട്ട് നോക്കുമ്പോൾ നമുക്കറിയാൻ പറ്റും. ഒരു നൂൽപ്പരുവൊന്നും ആവണ്ട, കയ്യിൽ നന്നായിട്ട് ഒട്ടിയിട്ട് ചെറുതായിട്ട് ഇങ്ങനെ വിട്ടുപോകുന്ന ആ പരുവത്തിൽ നമുക്ക് തീ ഓഫ് ചെയ്യാം. ഇനി നമുക്ക് ജിലേബി ഫ്രൈ ചെയ്തെടുക്കാനായിട്ട് ഒരു പാൻ അടുപ്പത്ത് വെച്ച് ചൂടാക്കുക. ഇതുപോലെ നല്ല വിസ്താരമുള്ള പാത്രം തന്നെ എടുക്കുക. അതാകുമ്പോൾ നമുക്ക് ഇങ്ങനെ പരത്താനായിട്ട് നല്ല ഷേപ്പ് ചെയ്തെടുക്കാനായിട്ട് നല്ല എളുപ്പമായിരിക്കും. പാൻ നന്നായിട്ട് ചൂടായി കഴിയുമ്പം അതിലേക്ക് ഓയിൽ ഒഴിച്ച് കൊടുക്കാം. ഞാനിവിടെ സൺഫ്ലവർ ഓയിലാണ് ഒഴിക്കുന്നത്. ഏകദേശം ഇത്ര അളവിൽ മാത്രം ഓയിൽ ഒഴിച്ചു കൊടുത്താൽ മതി. ഒരുപാട് ഓയിൽ ഇട്ടിട്ട് നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കേണ്ട ആവശ്യമില്ല. അപ്പം കുറച്ച് മാത്രം ഓയിൽ ആദ്യം ഒഴിച്ചു കൊടുക്കുക.
ഇപ്പോൾ നമ്മുടെ ഓയിൽ ഒരു മീഡിയം ചൂടായിട്ടുണ്ട്. ഒരുപാട് ചൂടാവാനായിട്ട് നിൽക്കാൻ പാടില്ല. അങ്ങനെ ആകുമ്പോൾ നമ്മുടെ ജിലേബി അങ്ങോട്ട് ഇടുമ്പോഴേക്കും തന്നെ പെട്ടെന്ന് ആ പുറം ഭാഗം മാത്രം അങ്ങ് ഭയങ്കരമായിട്ട് മൊരിഞ്ഞു പോകും, ഉള്ളിലിട്ട് വേവത്തുമില്ല. തീ എപ്പോഴും ലോ ഫ്ലെയിമിൽ തന്നെ വെക്കാനായിട്ട് ശ്രദ്ധിക്കുക. എണ്ണ മീഡിയം ചൂടായി കഴിയുമ്പോൾ നമുക്കിതിലേക്ക് മാവ് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ മാവ് ഒഴിക്കാനായിട്ട് എടുക്കുമ്പം ഇതിൻ്റെ ഈ ഒരു അറ്റം മാത്രം ചെറുതായിട്ട് ഏറ്റവും ചെറിയ ഭാഗമായിട്ട് കട്ട് ചെയ്തിട്ട് എടുക്കുക. എങ്കിൽ മാത്രമേ നമ്മൾക്ക് കറക്റ്റായിട്ട് ആ ജിലേബിയുടെ ആ ഷേപ്പ് ഒന്ന് കിട്ടാൻ വേണ്ടിയിട്ടാണ്. ഇതുപോലെ കട്ട് ചെയ്തിട്ട് നമുക്കെടുക്കാം. ഇനി ചൂടായ എണ്ണയിലേക്ക് നമുക്ക് മാവ് ഒഴിച്ചു കൊടുക്കാം. ആദ്യം സർക്കിൾ ആയിട്ട് ഇങ്ങനെ ഒഴിച്ചു കൊടുക്കുക. 2 ചുറ്റിയിട്ട് ആ ജിലേബിയുടെ ആ ഒരു ഷേപ്പിൽ നമുക്കിതിങ്ങനെ ചുറ്റിച്ചു കൊടുക്കാം. ചെറു ചൂടിൽ കിടന്ന് തന്നെ ഈ ജിലേബി എല്ലാം നല്ല ക്രിസ്പി ആയിട്ട് വരുന്നത് വരെ നമുക്ക് ഫ്രൈ ചെയ്തിട്ടെടുക്കാം. ഇത് നമ്മുടെ ജിലേബി നന്നായിട്ട് തന്നെ ഫ്രൈ ആയിട്ടുണ്ട്. ഇനി നമുക്കത് പഞ്ചസാര പാനിലേക്ക് ഇട്ട് കൊടുക്കാം. പഞ്ചസാര പാനിലേക്ക് ഇട്ട് കൊടുത്ത ശേഷം ഇതുപോലെ ഈ തവി കൊണ്ട് ഇങ്ങനെ നന്നായിട്ട് മുങ്ങിക്കിടക്കത്തക്ക രീതിയിൽ വെക്കുക. എങ്കിൽ മാത്രമേ ജിലേബിയുടെ എല്ലാ സൈഡിലും നന്നായിട്ട് തന്നെ ഷുഗർ സിറപ്പ് പിടിക്കത്തുള്ളൂ. ഒരു 5 മിനിറ്റെങ്കിലും ഇതുപോലെ മുക്കി വെച്ചതിന് ശേഷം നമുക്ക് വേറെ പാത്രത്തിലേക്ക് മാറ്റാം. ഇപ്പം നമ്മുടെ ജിലേബി എല്ലാം ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഞാനതൊരു സെർവിങ് പ്ലേറ്റിലേക്ക് മാറ്റിയിട്ടുണ്ട്. ജിലേബി നന്നായിട്ട് തണുത്തതിന് ശേഷം കഴിക്കുക. റൂം ടെമ്പറേച്ചറിൽ തന്നെ വെച്ചിരുന്നാൽ മതി. എന്നിട്ട് ഇന്ന് വൈകുന്നേരം ഉണ്ടാക്കിയിട്ട് നാളത്തേക്കൊക്കെ എടുക്കാനായിട്ടായിരിക്കും കൂടുതൽ ടേസ്റ്റ് ഉണ്ടാവുക. നമ്മുടെ കടയിൽ നിന്ന് വാങ്ങിക്കുന്ന അതേ ടേസ്റ്റിൽ തന്നെയാണ് ഇത് തയ്യാറാക്കി എടുത്തിരിക്കുന്നത്. അപ്പോൾ നിങ്ങളെല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം. എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ പറയാനായിട്ട് മറക്കരുത്. വേറൊരു വീഡിയോയുമായി വീണ്ടും കാണാം. അതുവരേക്കും ബൈ ബൈ.